നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 3 ദിവസം അതിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടെ അടിച്ചു പുറത്താക്കിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആ പാർവതി എന്നോട് നടത്തിയത്. പുതിയന്നൂർ അമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നായിരുന്നല്ലോ അവളുടെ അഹങ്കാരം. ഇപ്പോ ആ അനുഗ്രഹവും ശക്തിയും ഒക്കെ എവിടെ പോയി? ഗായത്രിയുടെ ആത്മാവിനെ ബന്ധിക്കുമെന്നായപ്പോ അവള് താനേ താഴെ വീണു. അവളെ കീഴ്പ്പെടുത്താനുള്ള ബ്രഹ്മാസ്ത്രം അത് മാത്രമാണെന്ന് ഈ പ്രഭാവതിക്ക് അറിയാമായിരുന്നു. ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാനാ പ്രഭാവതി ഇവിടുത്തെ മരുമകളായിട്ട് കേറിക്കൂടിയത്. ആ പ്രഭാവതി അത് നേടാതെ ഇവിടുന്ന് പരാജയപ്പെട്ടു പോകുമെന്ന് അവള് കരുതിയോ? എന്തായാലും എന്റെ ആഗ്രഹവും വാശിയും ഞാൻ സാധിച്ചു. സ്വത്തും കിട്ടി. ഗായത്രി ദേവിയുടെ ആത്മാവിനെ ബന്ധിക്കുകയും ചെയ്തു. ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ റിയ, ഈ ദിവസം അല്ലാതെ പിന്നെ ഏത് ദിവസം മോളെ ഞാൻ സന്തോഷിക്കേണ്ടത്? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാ. അർമാദിക്കേണ്ട ദിവസം. എന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തി. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഞാൻ നേടിയെടുത്തു. സന്തോഷിച്ചോ. പക്ഷേ ഈ ചിരിയൊന്നും അധിക നാളീ മുഖത്ത് കാണില്ല. ഇപ്പൊ കൈ കിട്ടിയെന്ന് കരുതി അഹങ്കരിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ ഞാൻ കൈവശപ്പെടുത്തുമ്പോ അന്നേരം കരയാനുള്ളതാണല്ലോ. ഇപ്പൊ ചിരിച്ചോ. നീ എന്താ മോളെ ആലോചിക്കുന്നേ? നമ്മുടെ പ്ലാൻ ഗംഭീരായിട്ട് വർക്കൗട്ട് ആയല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അല്ല ആന്റി, സ്വത്തുക്കളെല്ലാം ഇപ്പോ ആന്റിയുടെ പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രാജ്യവും രാജഭരണവും നഷ്ടപ്പെട്ട രാജകുമാരനും രാജകുമാരിയും ഇനി എന്ത് ചെയ്യും? രാജകുമാരന് വേണമെങ്കിൽ ഒരു അടിയാളനെ പോലെ ഇവിടെ കഴിയാൻ അനുവദിക്കാം, അല്ലേ? പക്ഷെ ഈ രാജകുമാരിയോ, അവളെ എന്ത് ചെയ്യും? എന്താ ആന്റിയുടെ മനസ്സിലെ ഉദ്ദേശം? മോളെ, നാളെ നേരെ ഒന്ന് വിളിത്തോട്ടെ. ഇവിടെ ചില രംഗങ്ങളൊക്കെ അരങ്ങേറും. നിനക്കത് കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.